ന്യൂസ് പ്രസ്സിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ നന്തങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം താമസിക്കുന്ന സ്ഥലമാണ് ക്ലിഫ് ഹൗസ് ഏരിയ. അവിടെ ഈ ബേസ് കോമ്പൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്തെ 117 നമ്പർ വീട്ടിൽ ആണ് ഈ ജിൻസൺ രാജ എന്ന് പറയുന്ന ഒരു 27കാരൻ 7 വർഷം മുമ്പ് സ്വന്തം പിതാവിനെയും മാതാവിനെയും സഹോദരിയെയും വീട്ടിൽ സഹായിയായി നിന്ന ഒരു സ്ത്രീയെയും കൊലപ്പെടുത്തുകയും അവരിൽ 3 പേരുടെ മൃതദേഹം അയാൾ ചുട്ടുകരിക്കുകയും ചെയ്തു. തുടർന്ന് ഒളിവിൽ പോയ അയാളെ ഒളിവിൽ കഴിഞ്ഞിരുന്ന ചെന്നൈയിൽ നിന്നും തിരിച്ചെത്തിയ സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 7 വർഷം മാനസിക പ്രശ്നമുണ്ട് എന്ന കാരണത്താൽ ഇയാളെ കേസ് വിചാരണയ്ക്കെടുക്കാതെ മാറ്റിവെക്കുകയും 7 വർഷം കഴിഞ്ഞപ്പോൾ മാനസികപരമായി പക്വതയുണ്ട് എന്ന മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണ ആരംഭിക്കുകയും കഴിഞ്ഞ ദിവസം വിചാരണ പൂർത്തിയായി അയാളുടെ ശിക്ഷാവിധി കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു. തിരുവനന്തപുരം വഞ്ചിയൂരിലെ സെഷൻസ് കോടതി നമ്പർ 6 അയാൾക്ക് എതിരെയുള്ള വിധി ഉണ്ടായത്. ഈ സംഭവം നടക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് ശരിക്കും പേരൻസൊക്കെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഇത് അന്ന് കേരളം മുഴുവൻ ഞെട്ടിയ ഒരു കൊലപാതകമായിരുന്നു. അതിനെ തുടർന്ന് അതേ നിലയിലുള്ള മറ്റ് ചില കൊലപാതകങ്ങളും കേരളത്തിൽ നടന്നു. അത് പിന്നീട് ഒരു എപ്പിസോഡിൽ വിവരിക്കുന്നുമുണ്ട്. അന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ആസ്റ്റർ പ്രൊജക്ഷൻസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ച് കേൾക്കുന്നത്. ഈ പ്രതിഭാസം നെറ്റിൽ ഓൺലൈനായി കണ്ട് അതിൽ നിന്നും ഉള്ള അറിവ് ലഭിച്ച വ്യക്തിയായിരുന്നു ജിൻസൺ രാജ. അയാൾ അവകാശപ്പെടുന്നത്. പക്ഷേ അത് ശരി തന്നെയാണെന്ന് പിന്നീട് പോലീസ് ഇയാളെ മൊബൈലും കമ്പ്യൂട്ടറും അയാളെ ലാപ്ടോപ്പും ഒക്കെ പരിശോധിച്ചപ്പോൾ വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഇയാൾ അതിൻ്റെയൊക്കെ ഒരു ആരാധകനായിരുന്നു. ഈ പ്രേത വിചാരണ നടത്തുക, പ്രേതങ്ങൾ എങ്ങനെ മനുഷ്യൻ്റെ ശരീരത്തിൽ കടന്നുകൂടും എന്നുള്ളത് അറിയുക, അതുപോലെ പ്രേതങ്ങളുമായി ജീവിച്ചിരിക്കുന്ന മനുഷ്യന് അവരുടെ ആത്മാക്കളുമായി എങ്ങനെ സംവദിക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക, ഇതൊക്കെ അയാളുടെ പ്രക്രിയയുടെ ഭാഗമായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ ആയിത്തീർന്നത് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിലെ ഞടുക്കുന്ന ചില വിവരങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നത്. ഈ ജിൻസൺ രാജ എന്ന് പറയുന്ന ഈ 26കാരൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു? ഇയാൾ ഈ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രൊഫസറുടെ മകനായിരുന്നു, ഒരു ഡോക്ടറായ അമ്മയുടെ മകനായിരുന്നു, ഡോക്ടറായ ഒരു സഹോദരിയുടെ സഹോദരനും ആയിരുന്നു. ഈ വ്യക്തി അതീവ സമ്പന്നനാണ്. നന്തങ്കോടുള്ള ഈ വീട് എന്ന് പറയുന്നത് തന്നെ കോടികൾ വില മതിക്കുന്ന വീടാണ് ഇപ്പോഴുള്ളത്. എസ്റ്റേറ്റ് ഉണ്ട്. ചെന്നൈയിലൊക്കെ മറ്റ് പല പ്രോപ്പർട്ടീസും ഇയാളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഉണ്ട്. ഈ കുടുംബം ഇങ്ങനെയൊരു അവസ്ഥയിൽ എത്തിച്ചേരുന്നതിൻ്റെ പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സമ്പന്ന കുടുംബം, നല്ല വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കൾ, എന്നിട്ടും ഈ കേഡൽ ജിൻസൺ രാജ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് എന്താണ് പറ്റിയത്? അവിടെയാണ് ഇയാളുടെ ബാല്യം മുതലുള്ള ജീവിതം നമുക്കൊന്ന് അനലൈസ് ചെയ്യേണ്ടി വരുന്നത്. ഇയാളുടെ അച്ഛൻ ഈ പ്രൊഫസർ രാജ എന്ന് പറയുന്ന പ്രൊഫസർ, കോളേജ് പ്രൊഫസർ, യഥാർത്ഥത്തിൽ വലിയൊരു വായനക്കാരനായിരുന്നു. ഇയാൾ നല്ല ചരിത്ര അധ്യാപകനായിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്ര പുസ്തകങ്ങളുടെ ഒരു വലിയ കൂമ്പാരം ഈ വീട്ടിൽ ഉണ്ടായിരുന്നു, പേഴ്സണൽ ലൈബ്രറിയിൽ. ഈ മകൻ എന്ന് പറയുന്ന വ്യക്തി അന്ന് ഈ ചരിത്രം അച്ഛൻ്റെ ഒരു പിന്തുടർച്ച എന്നുള്ള നിലയിൽ ചരിത്രത്തിനോടുള്ള താല്പര്യവും ചരിത്ര വായനയുമൊക്കെ ഇയാളും സ്വീകരിച്ചു. ഇയാളുടെ താല്പര്യം ചരിത്രത്തിലെ ഒരു ഗവേഷകനായി മാറണം. പക്ഷേ ഈ ആഗ്രഹത്തിന് ഈ കുടുംബം അനുവദിച്ചു കൊടുത്തില്ല. വെറും ഒരു പ്രൊഫസറായി, അല്ലെങ്കിൽ ഒരു കോളേജ് അധ്യാപകനായി, ഇല്ലെങ്കിൽ ഒരു PhD മാറേണ്ടതല്ല തൻ്റെ മകനെന്നും ഈ പ്രൊഫസർ രാജ തീരുമാനിച്ചു. ഇയാൾ യഥാർത്ഥത്തിൽ മകനെ ഡോക്ടറാക്കണമെന്ന് ആഗ്രഹിച്ചു. മകളെയും മകനെയും ഡോക്ടറാക്കണം. കാരണം ഉന്നതമായ ഒരു കുടുംബ പദവിയുള്ളവർ, ഇപ്പോൾ വൈഫ് ഡോക്ടറാണ്, താനൊരു പ്രൊഫസറാണ്. അതുകൊണ്ട് തന്നെ മക്കൾ ശരിക്കും ഡോക്ടർ എന്നുള്ള ഒരു പദവിയിലെത്തണം. കോളേജ് പ്രൊഫസറും PhD അതിനോടൊപ്പം എത്തില്ല എന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ഈ പ്രധാനമായും ഈ അച്ഛൻ
അദ്ദേഹം ശരിക്കും പ്രൊഫസർ രാജ അദ്ദേഹം മകനെ വഴിതിരിച്ചു വിട്ടു. ഡോക്ടറാക്കുന്നതിന് വേണ്ടി അയാൾ ശരിക്കും നല്ല മാർക്കോടു കൂടിയൊന്നുമല്ല ഈ കേണൽ രാജ സ്കൂൾ വിദ്യാഭ്യാസവും +2 ഒക്കെ പൂർത്തിയാക്കിയത്. അയാൾ അത് കഴിഞ്ഞതിന് ശേഷം വിദേശത്തേക്ക് MBBSലേക്ക് അയക്കുകയാണ് മെഡിസിൻ പഠനത്തിന് വേണ്ടി. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ജിൻസൺ രാജ അതെല്ലാം കെട്ടിപ്പൂട്ടി തിരിച്ചു വന്നു. തുടർന്നും അച്ഛൻ അടങ്ങിയില്ല. അങ്ങനെ അല്ലെങ്കിൽ നീ ഇനി ഒരു കാര്യം ചെയ്യൂ, നീ എഞ്ചിനീയറിംഗ് പഠനത്തിന് പോയാൽ മതി. ഓസ്ട്രേലിയക്ക് അതിനും അയക്കുന്നു. അവിടെയും സംഭവിച്ചത് ഇത് തന്നെയാണ്. പഠനം പൂർത്തിയാക്കാതെ ഈ ജിൻസൺ രാജ തിരിച്ചു വരുന്നു. ഇതോടുകൂടി ജിൻസൺ രാജ എന്ന് പറയുന്ന വ്യക്തിക്ക് തൻ്റെ കുടുംബത്തിൽ നിന്നും കിട്ടിയതൊക്കെ തന്നെ അവഹേളനവും നിന്ദയും ഒക്കെയായിരുന്നു. ഇയാളോട് വീട്ടിലുള്ള മറ്റുള്ളവർ മിണ്ടാതായി എന്ന് വേണമെങ്കിൽ പറയാം. ഏത് സമയവും ഈ അച്ഛൻ്റെ കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളുമാണ് ഇയാൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഈ കുടുംബത്തിൽ പിറന്ന ഒരു വൃത്തികെട്ട ജന്തു എന്ന ആക്ഷേപം വരെ അച്ഛനിൽ നിന്നും ഇയാൾക്ക് കേൾക്കേണ്ടി വന്നു. അച്ഛൻ്റെ ഈ പരിഹാസ വാക്കുകളൊക്കെ തന്നെ മനസ്സിനെ മുറിവേൽപ്പിച്ച ഈ ചെറുപ്പക്കാരൻ സ്വന്തം മുറിയിലേക്ക് ഉൾവലിഞ്ഞു. ഈ വീട്ടിൽ താഴെയും മുകളിലും 2 നിലയുണ്ട്. 1-ാം നിലയിലെ ഒരു ഒഴിഞ്ഞ മുറി തിരഞ്ഞെടുത്ത് അവിടെയായിരുന്നു ഫുൾ ടൈം ഇയാൾ ജീവിതം ഒതുക്കി തീർത്തത്. സുഹൃത്തുക്കളില്ല, വലിയ അയൽബന്ധങ്ങളില്ല, അതുപോലെ സ്വന്തം ബന്ധുക്കളുമായിട്ടുള്ള അടുപ്പമില്ല. ഇങ്ങനെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒരു മുറിയിലേക്ക് ചുരുണ്ടുകൂടിയ ഒരു വ്യക്തിയായി ഇയാൾ മാറുകയായിരുന്നു. മാതാപിതാക്കൾ ശരിക്കും ഇയാളോട് സംസാരിക്കാതിരിക്കുകയും തുടർന്ന് സഹോദരിയെ മാത്രം അവർ പിന്തുണയ്ക്കുകയും ഇയാളുടെ മുമ്പിൽ വെച്ച് സഹോദരിയെ വാഴ്ത്തിപ്പാടുകയും ഒക്കെ ചെയ്തതോടുകൂടി ഇയാൾ കൂടുതൽ ഉൾവലിയുന്ന അവസ്ഥയിലേക്ക് എത്തി. ഈ കൊലപാതകം നടക്കുന്നതിന് മുമ്പ് തന്നെ ആ കുടുംബത്തിൽ ഒരു തീരുമാനമുണ്ടായി. ഭാര്യയും, അതായത് ഇയാളുടെ അമ്മയും, പ്രൊഫസർ രാജയുടെ ഭാര്യ ഡോക്ടർ പത്മയും മകളും വിദേശത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. വിദേശത്തേക്ക് അവർ പോയി കഴിഞ്ഞാൽ ഈ അച്ഛനോടൊപ്പം താൻ ഇവിടെ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരും എന്നുള്ള അവസ്ഥ വരും എന്ന് ഈ കേണൽ ജിൻസൺ രാജ ഭയപ്പെട്ടു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി തൻ്റെ ജീവിതം ബുദ്ധിമുട്ടാകും എന്ന് തീരുമാനിച്ചു എന്നുള്ളതാണ് ഇയാളെ ഈ കൊലപാതക പരമ്പര ഈ കുടുംബത്തിനെ മുഴുവൻ ഇല്ലാതാക്കാൻ അയാളെടുത്ത തീരുമാനത്തിൻ്റെ കാരണം. ഇതിൻ്റെ 1-ാം പ്രതി സ്വന്തം പിതാവ് തന്നെയാണെന്ന് അയാൾ പോലീസിനോട് വ്യക്തമായും പറഞ്ഞു. എനിക്ക് അച്ഛനോടുള്ള വിരോധമാണ് ഞാൻ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത്. ആ സമയം അടുത്ത ചോദ്യം അമ്മയെയും സഹോദരിയെയും പിന്നെ എന്തിനാണ് കൊന്നത് എന്നുള്ളതാണ്. അതും അയാൾ പറയുന്നത് അവർ തന്നെ നിന്ദിച്ചു, അതുകൊണ്ട് തീരുമ്പോൾ എല്ലാവരും തീരട്ടെ, ഇവരുടെ സമ്പാദ്യം മുഴുവൻ അങ്ങനെയാണെങ്കിൽ തനിക്ക് വരും, ഇവർ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന സ്ഥിതി ഉണ്ടാക്കുക, അതായത് തീപ്പൊള്ളലേറ്റ് മരിക്കുക, ഏതെങ്കിലും ഒരു സർക്യൂട്ടിൻ്റെ ഇഷ്യൂ കാരണം വീട്ടിലൊരു തീപിടുത്തമുണ്ടായി, തുടർന്ന് അച്ഛനും അമ്മയും സഹോദരിയും വീട്ടിൽ നിന്ന് സ്ത്രീയും അങ്ങനെ മരണപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ ഒടുവിൽ ഇയാൾ വീട്ടിൽ തീയിട്ടതിന് ശേഷമാണ് ഇയാൾ ചെന്നൈയിലേക്ക് പോകുന്നത്. ഈ തീപിടുത്തം ഉണ്ടാകുമ്പോൾ താൻ ചെന്നൈയിലായിരുന്നു എന്നും താൻ പിന്നീട് പോലീസ് അറിയിക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ തീപിടുത്തം ഉണ്ടായതെന്ന് അറിഞ്ഞതെന്നും അയാൾ പറയാനുള്ള ഒരു തന്ത്രം കൂടി മനസ്സിൽ കരുതിയിട്ടാണ് ഇയാൾ പോകുന്നത്. പക്ഷേ കാര്യങ്ങൾ പിന്നീട് കൈവിട്ടു പോവുകയാണ് ചെയ്തത്. പ്രതി ഇയാൾ തന്നെയാണെന്ന് വ്യക്തമായും പോലീസിന് പിടികിട്ടി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അയാൾ 2-ാമത്തെ തന്ത്രം ഉപയോഗിക്കുകയാണ് ചെയ്തത്. അവിടെയാണ് ആത്മാക്കളുമായി സംസാരിക്കുന്ന ഒരു രഹസ്യം തനിക്ക് നെറ്റിൽ നിന്നും കിട്ടിയെന്നും അത് വെച്ചുകൊണ്ടാണ് താൻ ഈ പ്രക്രിയയെല്ലാം കാട്ടിക്കൂട്ടിയെന്നും പോലീസിനോട് അയാൾ പറഞ്ഞു വച്ചു. അത് തൻ്റെ കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടാൻ താൻ ബോധപൂർവം ചെയ്തതല്ല, തൻ്റെ മാനസികപരമായ വൈകല്യം കൊണ്ട്, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആസ്ട്രൽ പ്രൊജക്ഷൻസ് എന്ന് പറയുന്ന ആത്മീയ സംവാദം തനിക്ക് സ്വായത്തമായതിൻ്റെ കാരണം കൊണ്ടാണ് കൊലപ്പെടുത്തിയെന്ന് വരുത്തി തീർക്കാനാണ് ഇയാൾ ആ കാര്യം പോലീസിനോട് അങ്ങനെ അവതരിപ്പിച്ചത്. നമ്മൾ മനസ്സിലാക്കാൻ ഉള്ളത്, ഈ വ്യക്തി ശരിക്കും വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടിയതു മുതൽ ഇയാളുടെ മാനസികപരമായ അവസ്ഥ പരിതാപകരമായി മാറി. പക്ഷേ പേരൻസ് അതിന് അതിൻ്റേതായ കെയർ കൊടുത്തില്ല. ഇപ്പോൾ പഴയ തരത്തിൽ ഉള്ള ഒരു അവസ്ഥയല്ല പുതിയ തലമുറയെ ബാധിച്ചിരിക്കുന്നത്. കാരണം അവർക്ക്
പല കാര്യങ്ങളിലേക്കും അവരെ നയിക്കുന്നതിന് ഉതകുന്ന തരത്തിൽ ഇൻ്റർനെറ്റിൽ നിന്നും അവർക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഇൻ്റർനെറ്റിൽ നിന്നും എങ്ങനെയൊക്കെയാണ് വെറുപ്പുള്ളൊരു മനുഷ്യനെ ഇല്ലാതാക്കേണ്ടതെന്നും അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നും ഇവർ പഠിക്കുന്നു. അതനുസരിച്ച് ഇവർ കരുക്കൾ നീക്കുകയും ധൈര്യപൂർവ്വം അത് ചെയ്യുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടും സംഭവിച്ചത്. ഒരു ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിക്ക് അവന് ഏതറ്റവും പോകാനുള്ള ധൈര്യം കൊടുക്കുന്നതിന് ഇപ്പോൾ ലഹരി കൂടി ഉണ്ടായിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ, ലഹരിക്ക് അടിപ്പെട്ട് കഴിഞ്ഞാൽ ഇല്ലാത്ത ധൈര്യവും കിട്ടുന്നു. ആ ധൈര്യത്തിൻ്റെ പേർ ഇവർ ബാക്കിയെല്ലാം ചെയ്തു കൂട്ടുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെയും നടന്നത്. ഇവിടെ ലഹരി നന്തങ്കോട് കൂട്ടക്കൊലപാതകത്തിൽ ഈ വ്യക്തി ഉപയോഗിച്ചിരുന്നതായിട്ട് റിപ്പോർട്ടുകൾ ഇല്ല. അയാൾ അതിന് അടിമയായിട്ടുണ്ട് എന്നും പറയാനില്ല. ഇയാൾ ശരിക്കും അന്തർമുഖനായി സ്വയം മാറുകയായിരുന്നു. പലപ്പോഴും അയൽക്കാരോട് ഇയാൾ നടന്നു പോകുന്ന സമയത്ത് ഒന്ന് ചിരിക്കും എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. വീട്ടിലെ മറ്റ് അവസ്ഥകളൊന്നും തന്നെ ഇയാൾക്ക് അറിയില്ല. വീട്ടിലെ ഭക്ഷണം അറിയിക്കുന്നത് പോലും മൊബൈൽ വഴിയാണ് എന്ന സ്ഥിതിയാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. പരസ്പര സംസാരമില്ലായിരുന്നു എന്നുള്ളതാണ് ഇയാളുമായിട്ട്. മറ്റുള്ളവർ സംസാരിക്കുന്നതും അപൂർവമായിരുന്നു. ഇതിനിടയ്ക്ക് ഇയാൾ ആരോപിച്ച മറ്റൊരു കാര്യം ഇയാളുടെ പിതാവിൻ്റെ ചില ദുർനടപടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ന് വച്ചാൽ അദ്ദേഹത്തിന് ചില മറ്റ് തരത്തിലുള്ള അനാശാസ്യ ബന്ധങ്ങൾ, മദ്യപാനം തുടങ്ങിയതൊക്കെ ഈ പിതാവിനുണ്ടായിരുന്നു. അതിൽ തനിക്ക് മനം നൊന്താണ് താൻ ഇതൊക്കെ ചെയ്തത് എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞ മറ്റൊരു കാര്യം. പക്ഷേ പിതാവിന് ഇത്തരത്തിലുള്ള ദുർനടപടികൾ ഉണ്ടെങ്കിൽ മകൻ പിതാവിനെ കൊല്ലുകയാണോ വേണ്ടത് എന്നുള്ളൊരു ചോദ്യം വന്നാൽ നമുക്കതിന് മറുപടിയില്ല. കാരണം ഓരോ കാര്യങ്ങൾ, ഓരോ വ്യക്തികൾ എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുക എന്നുള്ളത് അവരെ ആശ്രയിച്ചിരിക്കും. അവർക്ക് അതിൻ്റെ പേരിൽ നെഗറ്റീവായും അല്ലെങ്കിൽ പോസിറ്റീവായും എടുക്കാൻ പറ്റും. അച്ഛൻ അങ്ങനെ ചെയ്തപ്പോൾ മാതാവിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ മാതാവ് പോലും അതിന് അനുകൂലമായ ഒരു നിലപാട് എടുത്തില്ല. അച്ഛനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം അമ്മയ്ക്കുണ്ടായിരുന്നു. അതായത് ഭാര്യയ്ക്കുണ്ടായിരുന്നു ഭർത്താവിനെ കറക്റ്റ് ചെയ്യാൻ. അവരത് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ വീട് കൂടുതൽ മോശമായി പോകുന്ന സ്ഥിതി ഉണ്ടായപ്പോൾ ഗത്യന്തരമില്ലാതെ ഞാൻ ചെയ്തു എന്നുള്ളതാണ് ഇയാൾ വെളിപ്പെടുത്തിയ കാര്യം. എന്തായാലും ബുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരൻ ആയിരുന്നു കേഡൽ രാജ എന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മുൻപ് ഒരു കുറ്റകൃത്യവും ചെയ്ത വ്യക്തി അല്ല. ഒരേ ഒരു കുറ്റമേ ചെയ്തിട്ടുള്ളൂ. അതാണ് സ്വന്തം മാതാപിതാക്കളെയും സഹായിയെയും കൊലപ്പെടുത്താനും ബുദ്ധിപൂർവ്വം ആ കുറ്റകൃത്യം മറ്റൊരു തീപിടുത്തം കൊണ്ട് ഉണ്ടായതാണെന്ന് വരുത്തി തീർക്കാനും. പിടിക്കപ്പെട്ടപ്പോൾ അത് താൻ ആത്മീയ പരമായ ചില കാര്യങ്ങൾ പഠിച്ചത്, അത് പ്രാക്ടീസ് ചെയ്തതാണ് എന്നുമൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിച്ചതും. ഇത് കേൾക്കുന്നവർ അറിയുക, നിങ്ങളുടെ മക്കൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ ആണ് എങ്കിൽ കൂടി അവരുടെ ഒറ്റപ്പെടൽ, പിൻവലിയൽ ഒക്കെ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയുണ്ട്. അവരെ മറ്റുള്ളവരുമായി ഇൻറ്ററാക്റ്റ് ചെയ്യാതെ വീട്ടിലത്തേക്ക് തളച്ചിടപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി നമ്മുടെ കേരളത്തിലും വന്നു കഴിഞ്ഞിട്ടുണ്ട്. കാരണം മറ്റ് കുട്ടികളൊക്കെ തന്നെ നല്ല കുട്ടികളുമായി ഇൻറ്ററാക്റ്റ് ചെയ്യുന്നതിന് അനുവദിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ പലപ്പോഴും പഠിക്കുന്നതിന് വേണ്ടിയും അഥവാ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ മോശപ്പെട്ട നിലവാരമുള്ള മാർക്ക് വാങ്ങിയാൽ പരിഹസിക്കുന്നതിനും വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ പേരൻസ് കൂടുതലും ശ്രദ്ധ ചെലുത്തുന്നത്. അതിൻ്റെ എല്ലാം പരിണത ഫലമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ വെഞ്ഞാറമൂട്ടിൽ നടന്നതും മറ്റൊന്നല്ല. ഈ രണ്ട് കേസുകളെയും കമ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു എപ്പിസോഡ് പിന്നാലെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ വസ്തുതകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരെ ഈ ദുരന്ത മുഖത്തേക്ക് തള്ളിവിടുന്നതിൽ പേരൻസിന് വലിയൊരു പങ്കുണ്ട്. എഡ്യൂക്കേറ്റഡ് ഫാമിലി ആയിരുന്ന ഈ കുടുംബത്തിലെ ഒരു പ്രൊഫസർക്കും ഡോക്ടർക്കും ഇല്ലെങ്കിൽ ഡോക്ടറായി അടുത്ത കാലത്ത് വന്ന സഹോദരിക്കും ഈ ചെറുപ്പക്കാരൻ്റെ മാനസിക നില ഈ മോശമാകുന്നത് മനസ്സിലാക്കാനോ അതിനനുസരിച്ച് അയാളെ കറക്റ്റ് ചെയ്യുന്നതിനുള്ള മെഷേഴ്സ് എടുക്കുന്നതിനോ അറ്റ്ലീസ്റ്റ് അയാൾ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നതിൻ്റെയോ ചുമതല അവരാരും ഏറ്റെടുത്തില്ല. അതിന് അവർ കൊടുക്കേണ്ടി വന്ന വിലയോ സ്വന്തം ജീവിതം തന്നെയാണ്.
ആർഭാടത്തോടെ ജീവിക്കാൻ വേണ്ട എല്ലാം ഉള്ള ഒരു വീട്ടിലെ ഈ അവസാനത്തെ സ്ഥിതി ഇതാണ്. ആ വീട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ആ വീട്ടിനകത്ത് താമസിക്കാൻ പോലും ഭയപ്പെടും. ആ വീടിൻ്റെ കൺസ്ട്രക്ഷൻ അതുപോലെയാണ്. ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ്. പ്രകാശമില്ല. ആ വീട് കാണുമ്പോൾ തന്നെ ഒരു സ്വാഭാവികമായും ഒരു നല്ല മനസ്സുള്ള വ്യക്തി തന്നെ അസ്വസ്ഥപ്പെടും. അത്ര വളരെ മോശമായ ഒരു ഇടുങ്ങിയ ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ സ്ഥല സൗകര്യമുണ്ട്. പക്ഷേ നാലു ചുറ്റും ധാരാളം മരങ്ങളെല്ലാം വളർന്ന് ഒരു ഇരുട്ട് വീണ് കിടക്കുന്ന ഒരു വീടാണ്. ആ വീട്ടിൽ പകൽ നേരങ്ങളിൽ തന്നെ നല്ല ഇരുട്ടാണ്. ലൈറ്റ് ഇടാതിരുന്നാൽ ആ വീട് നമുക്ക് പേടിപ്പിക്കുന്ന ഒരു വീടായി പകൽ പോലും തോന്നുന്ന ഒരു അവസ്ഥ ആ വീട് നമുക്കിപ്പോൾ കാണുമ്പോൾ തോന്നും, മനസ്സിലാകും. അത് ഈ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ വീടിൻ്റെ കൂടെ ക്ലോസപ്പ് ആയിട്ടുള്ള ചില ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില വിവരങ്ങൾ കൂടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് മറ്റൊരു എപ്പിസോഡിൽ വിവരിക്കുന്നതാണ്. നന്ദി.